അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കുകയും ദ്വിരാഷ്ട്ര പരിഹാര സാധ്യതകളെ തകർക്കുകയും ചെയ്യുന്ന വിവാദ കുടിയേറ്റ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ. കിഴക്കൻ ജെറുസലേം മുതൽ വെസ്റ്റ് ബാങ്ക് വരെ ഇസ്രായേലി കുടിയേറ്റ മേഖല തടസ്സമില്ലാതെ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭവന നിർമ്മാണ യൂണിറ്റുകൾക്കായി ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹൗസിംഗ് മന്ത്രാലയം. യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും പദ്ധതിക്കെതിരെ കടുത്ത എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്താണ് ഇസ്രായേലിന്റെ പുതിയ കുടിയേറ്റ പദ്ധതി? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഫലസ്തീൻ പ്രദേശമായ വെസ്റ്റ് ബാങ്കിലെ തന്ത്രപ്രധാനമായ E1 മേഖലയിൽ 1200-ലധികം പുതിയ വീടുകൾ നിർമ്മിക്കാനുള്ള ടെൻഡറുകൾ ഇസ്രായേലി ഹൗസിംഗ് മന്ത്രാലയം ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ജെറുസലേമിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇസ്രായേലിന്റെ ഭാഗമാക്കാനും അവിടെ ജൂത കുടിയേറ്റം ശക്തമാക്കാനുമുള്ള വലിയൊരു പദ്ധതിയുടെ ആദ്യഘട്ടമാണിത്. ഒക്ടോബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന ഇസ്രായേൽ പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ നിർമ്മാണ കരാറുകൾ ഉറപ്പാക്കാനാണ് നിലവിലെ ഇസ്രായേൽ സർക്കാർ ശ്രമിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി വളരെ നിർണായകമായ ഒരിടത്താണ് E1 പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിൽ ഇസ്രായേൽ പുതിയ നഗരം നിർമ്മിച്ചാൽ ഇത് വെസ്റ്റ് ബാങ്ക് പ്രദേശത്തെ വടക്കൻ ഭാഗമെന്നും തെക്കൻ ഭാഗമെന്നും രണ്ടായി വിഭജിക്കും. മാത്രമല്ല, കിഴക്കൻ ജെറുസലേം, ബെത്ലഹേം എന്നീ ഫലസ്തീൻ നഗരങ്ങൾ തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ ബന്ധം പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യും. ഭാവിയിൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാനുള്ള സാധ്യതകളെ ഇത് എന്നേക്കുമായി ഇല്ലാതാക്കുമെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ നീക്കത്തിൽ അപലപിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ പദ്ധതി ഉടൻ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, കാനഡ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയങ്ങൾക്കും വിരുദ്ധമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് നേതാക്കൾ ആവർത്തിച്ചു. ആഗോളതലത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അനധികൃത കുടിയേറ്റ വ്യാപനത്തിലൂടെ നിലവിലുള്ള സ്ഥിതിഗതികൾ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായി ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ലംഘനങ്ങൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഗൗരവകരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഈജിപ്ത് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വിമർശനങ്ങളെ ഇസ്രായേൽ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. ജൂതന്മാർക്ക് അവരുടെ ചരിത്രപരമായ മാതൃഭൂമിയിൽ എവിടെയും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ പ്രതികരിച്ചു. സുരക്ഷാ കാരണങ്ങളാലാണ് ഈ തീരുമാനമെന്നും വിദേശ രാജ്യങ്ങൾ തങ്ങളെ ഉപദേശിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിർമ്മാണ ടെൻഡറുകളിൽ കമ്പനി പങ്കെടുക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 19 ഫലസ്തീൻ മനുഷ്യാവകാശ സംഘടനകളും ഇസ്രായേലിലെ തന്നെയുള്ള സമാധാന പ്രവർത്തകരും ഇതിനെതിരെ നിയമപോരാട്ടം ആരംഭിച്ചിട്ടുണ്ട്. മൊത്തം അനുമതി ലഭിച്ച 3401 ഭവന യൂണിറ്റുകളിൽ ഒന്നാം ഘട്ടമെന്ന നിലയിലാണ് 1234 വീടുകളുടെ നിർമ്മാണത്തിനായി കരാറുകാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അടുത്തുവരുന്ന പുതിയ സർക്കാരിന് റദ്ദാക്കാൻ കഴിയാത്ത വിധമുള്ള നീക്കങ്ങൾ കൂടിയാണ് നെതന്യാഹു ഭരണകൂടം നടത്തുന്നത്. വെസ്റ്റ് ബാങ്കിലെ ഡസൻ കണക്കിന് ഫലസ്തീൻ ഗ്രാമങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടാനുള്ള ഭീഷണിയിലാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തങ്ങളുടെ സമീപകാല റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ഇസ്രായേൽ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേട്ടങ്ങൾക്കാണ് ഈ കുടിയേറ്റ നീക്കങ്ങൾ വേഗത്തിലാക്കുന്നതെന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.